അപ്പോൾ ഞാനത് 23 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. അപ്പോൾ നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട്. ഇനി പിസ്സ ഡോ അനക്കാതെ ഇതേപോലെ തന്നെ റൂം ടെമ്പറേച്ചറിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ വയ്ക്കുക. നല്ലതുപോലെ അതിൻ്റെ തണുപ്പ് പോകണം. അപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് കവർ തുറന്ന് നോക്കാം. ഇനി മാറ്റോ അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദ ഒന്ന് തൂകണം. ആ പിസ്സ ഡോ എടുത്ത് മാറ്റിലേക്ക് ഇടാം. ആ ഡോയുടെ മുകളിലേക്ക് കുറച്ച് മൈദ തൂകണം. എന്നിട്ട് നമ്മൾ 2 കൈയും കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുക. അത് അത്രയ്ക്ക് നല്ല സോഫ്റ്റായിട്ടാണ് ആ മാവ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് പോയാൽ മതി. നമ്മൾ ചപ്പാത്തി കോലി കൊണ്ടൊന്നും പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വലിയൊരു പപ്പടത്തിൻ്റെ സൈസാകുമ്പോൾ ഒന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും ഇതേപോലെ തന്നെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് അതൊന്ന് വലുതാക്കിയെടുക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ച് നമുക്കതിനെ വലുതാക്കാം. ഈ മാവെടുത്ത് ഞാൻ കൈയുടെ മുകളിലേക്ക് ഇടുവാണ്. നമ്മുടെ കൈ ഇതേപോലെ മടക്കി വെച്ചിട്ട് ആ മുകളിലേക്ക് മാവ് ഇട്ടിട്ട് പതിയെ കൈയും കൊണ്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യണം. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണിത്. നമ്മുടെ കയ്യിലൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള തുണി ഇട്ടിട്ട് നമ്മൾ കൈ ചുമ്മാ നിൽക്കുന്ന അതേപോലെ ഒരു തോന്നലേ ഉള്ളൂ. അതിന് അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് നമ്മളെ ഈ മാവ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ പതിയെ കൈ ഒന്ന് അനക്കി എല്ലാ ഭാഗത്തേക്കൊന്ന് കൊണ്ടുപോയാൽ മാത്രം മതി. അപ്പോൾ അത് വലുതായിട്ട് വലിയ റൗണ്ടായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പരത്തുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ബബിൾസ്, നമ്മൾ പപ്പടമൊക്കെ വറുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ കൊമ്മളകൾ പോലെ വരില്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിക്കരുത്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ.